തലസ്ഥാനത്ത് മഴ അവധി പ്രഖ്യാപനത്തിൽ സോഷ്യൽ മീഡിയയിൽ പരിഹാസവും വിമർശനവും. വിദ്യാഭ്യാസ മന്ത്രിയുടെയും തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെയും അവധി പോസ്റ്റിന് താഴെയാണ് വിമർശനം. മഴ ശക്തമായതോടെ അവധി നേരത്തെ പ്രഖ്യാപിച്ചുകൂടെ എന്ന ചോദ്യങ്ങൾ ഉയരുകയാണ്. എസ് ശാലിനി നൽകും. ശാലിനി, ഈ അവധി ഇന്ന് രാവിലെ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടാണോ ഈ ട്രോൾ മഴ ആരംഭിച്ചിരിക്കുന്നത്? ഗൗതം, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി എന്നിവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെയാണ്, അതായത് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക പോസ്റ്റിന് താഴെയാണ് ഈ വിമർശനം ഉയരുന്നത്. 6 മണിക്ക് ശേഷം, അതായത് ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച മഴ തലസ്ഥാനത്ത് അതിതീവ്രമായി പെയ്യുകയാണ്. ആ മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പല മേഖലകളിലും, ഒരുപക്ഷെ സ്കൂളുകൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളടക്കമുള്ള മേഖലകൾ പലതും വെള്ളക്കെട്ടിലായ സാഹചര്യങ്ങളുണ്ട്. വാഹനങ്ങൾക്ക് പോലും റോഡിലൂടെ കടന്നു പോകാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യമുണ്ട്. ഇതിനിടയിൽ ഇന്ന് രാവിലെ ഈ അവധി പ്രഖ്യാപിക്കുന്നു. അവധി പ്രഖ്യാപിക്കുന്ന സമയത്തിലാണ് വലിയ രീതിയിലുള്ള വിമർശനം വരുന്നത്. പല സ്കൂളുകളുടെയും ബസ്സുകൾ സ്കൂളിൽ നിന്ന് കുട്ടികളെ പിക്കപ്പ് ചെയ്യാനായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. പല അധ്യാപകരും സ്കൂളിലേക്ക് പുറപ്പെട്ടു. തൊട്ടു പിന്നാലെ തന്നെ രക്ഷകർത്താക്കൾ പലരും വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാനായി ഇറങ്ങിയതിന് ശേഷമാണ് ഈ അവധി പ്രഖ്യാപനം ഔദ്യോഗികമായി ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തു വരുന്നത്. അതായത് ഇന്ന് അതിശക്തമായ മഴ തലസ്ഥാനത്ത് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധിയായിരിക്കും. പക്ഷേ പരീക്ഷകൾക്കൊന്നും തന്നെ കാര്യമായ മാറ്റമില്ല എന്നുള്ളതാണ് അവധിയിൽ പറഞ്ഞത്. പക്ഷേ ആ പോസ്റ്റിന് താഴെയാണ് ഇപ്പോൾ വിമർശനം ശക്തമാകുന്നത്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ എന്തുകൊണ്ട് ജില്ലാ കളക്ടറും വിദ്യാഭ്യാസ മന്ത്രിയും കണ്ടില്ല എന്നുള്ളൊരു ചോദ്യമാണ് പലരും ഇതിനിടയിൽ വന്ന് ചോദിക്കുന്നത്. കൂടാതെ തന്നെ മറ്റ് പല ജില്ലകളിലും, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി അടക്കമുള്ള ജില്ലകളിലും അതിശക്തമായ മഴയുണ്ട്. അവിടെയും അവധി പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടെന്നൊരു ചോദ്യവും പതിവ് ചോദ്യങ്ങളും ആ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ കാണുകയും ചെയ്യാം. പ്രത്യേകിച്ച് ഈ പോസ്റ്റ് വായിക്കുന്ന ആർക്കും ആ പോസ്റ്റിന്റെ അവസാനം മാത്രമാണ് തിരുവനന്തപുരം ജില്ലയ്ക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുക. ആ സമയത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം വരുന്നത്. പലരും പൊതിച്ചോറ് ഉണ്ടാക്കി കുട്ടികളെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഈ അവധി പ്രഖ്യാപിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ സ്കൂളുകളുടെ അവധി പ്രഖ്യാപനം വേറെ വൈകി നടത്തുന്നു, അല്ലെങ്കിൽ നിലവിലെ സാഹചര്യങ്ങൾ നോക്കാതെ ജില്ലാ കളക്ടറും ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി പെരുമാറുന്നു എന്നുള്ളൊരു വിമർശനം ഉയർന്നു നിൽപ്പുണ്ട്. ഇതിന് സമാനമായി തന്നെയാണ് ഇന്ന് ഏറെ നാളുകൾക്ക് ശേഷമാണ് തിരുവനന്തപുരം ജില്ലയിൽ, കാരണം ഈ അവധിയൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ വളരെ വേഗത്തിൽ പ്രഖ്യാപിച്ചുകൂടെ? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം നമുക്കറിയാം, ഈ കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുവാനായി അമ്മമാർ വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. കാരണം വെളുപ്പിനെ കാലത്ത് എഴുന്നേക്കണം, പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി അതൊക്കെ കെട്ടിയാണ് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജുകളിലേക്കൊക്കെ അയക്കുന്നത്. അപ്പോൾ ഈ സമയത്തും കാലത്തും വന്ന് മന്ത്രിമാരും അതുപോലെ തന്നെ കളക്ടറും ഒക്കെ ഇങ്ങനെ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പൊതുസമൂഹത്തെ വളരെ ദുഷ്കരമായി ബാധിക്കും. ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി വിവേകത്തോടുകൂടി ഇടപെടുകയാണെങ്കിൽ അത് ജനങ്ങൾക്കൊത്തിരി ഉപകാരമാകും എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.